വള്ളി കാണിക്കാനല്ല. എവിടുന്നാ വിളിച്ചെന്നറിയോ? ഞാൻ എപ്പോഴും ബാത്റൂമിൽ കയറുമ്പോൾ സൈഡ് ശ്രദ്ധിക്കും. അത് കണ്ടോട്ടുള്ള ഒരിതാ. തണുപ്പായിട്ട് ഇങ്ങനെ വരുന്ന അതിന്റെ കൊണ്ടുതന്നെ. ഏത് നമ്മുടെ മീര വന്നു മീര വന്നു അയ്യോ മീര വന്നു മീര. ഇല്ല ഓ കൊടുക്കാനോ എവിടെ ഇറങ്ങുന്നേ ഉള്ളൂ. നിക്കേ കൊടുക്കാവേ. താഴോട്ടിട്ടേക്കടി, ഞാൻ എടുത്തോളാം. ആ ശരിയാണല്ലോ. സംഘത്തിന് മറ്റേ അല്ല വിളിച്ചേ. ഹലോ വിളിക്കാം കേക്കത്തില്ല. ചേട്ടാ ഉറങ്ങണോ? അതെന്നാ പരിപാടി അല്ലേ? തല്ലോ ചേട്ടാ? അപ്പ ഇവള് തല്ലുവന്ന് ഇവളെന്നെ തല്ലുവന്ന്. വീട്ടിലൂടെ കടുങ്കാപ്പില്ല, കടുഞ്ചായ മതിയോ? നീ കൊണ്ട് പൊക്കോ, ഞാൻ തരാം. ചോറ് മതിയോ? അത് ചപ്പാത്തി അതും കൂടെ മതിയോ? മോട്ടോയിലിരുന്ന് പറയുകയും ചെയ്തു, ഇത് ആരാണ്ട് തിരിക്കാതിരിക്കാനായിട്ട് എടുത്തു വെച്ചതാണല്ലോ. പുള്ളി പറഞ്ഞു ചിലവർക്ക് അങ്ങനെയാണ് മനുഷ്യന്മാർക്ക്. ദൈവം ഇത്രയും ഒരു വഴി കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. വീട്ടിൽ പോടി, നീ ഇരിക്കണ്ട, നിന്നെ അടുപ്പിക്കല്ലേ. ആ മുണ്ടക്കത്ത് റിസൾട്ട് അറിയാം. എന്റെ ഊണ് ഞാൻ
അവിടെ വെച്ചേ നാരായണി അല്ല അവിടെ ഇരിക്കണം. അവിടെ പോണ്ടോ ആരെയാ ഒരു ഇത് കൊടുത്തേക്കെ അല്ലേ പാല് കിട്ടുമ്പോ കൈ പിടിക്കും പിന്നെ കൊടുക്കാം ജയപ്രഭ വാവയോ ഞാനാ കല്യാണത്തിന് മുന്നേ എന്നെ വാവനെ വിളിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പേരിട്ടേക്കാം. മുന്നേ ഇപ്പം വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വിളിച്ചിട്ടില്ല. സേവ് ചെയ്തിട്ടേക്കുന്ന അങ്ങനെ ആക്കി. അപ്പൊ കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷം. എനിക്ക് കായ എടുക്കുന്നില്ലേ? അയ്യോ ഞാൻ അവന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ പഴം പോവാണേ താത്ത ക്യാമറ എത്തിയടാ എന്നാ എടുത്തോ ഞാൻ അതെ ഈ ഓപ്ഷൻ മാറ്റി ഇട്ടുണ്ടോ ഇങ്ങനല്ലേ നീ ഓപ്ഷൻ മാറ്റി ഇട്ടു ഞാൻ ഇട്ടോണ്ടിരിക്കുന്നേ ഇടുമെന്നാ പറഞ്ഞ ഇതൊന്നും ഞാൻ ഒന്ന് ശരിയാ ഇവരെ കണ്ടോണ്ട് ഇങ്ങനെ പൊങ്ങുന്നുണ്ടോ എന്നറിയാം ഇവനെ അറിയാം ഇവനെന്താ കേട്ടോ ഇവിടെ എല്ലാവർക്കും ചെറിയ പ്രശ്നമുണ്ട്. കഴിച്ചൊന്നും ഇല്ല അല്ലേ അത് അവിടെ വലിയ പ്ലാസ്റ്റിക് ഒക്കെ കെട്ടിയേക്കണോ തുണി മേടിക്കാൻ വൺ സെറ്റപ്പാ പിന്നീടാ നീ അവിടെ താത്ത ഇലക്ഷന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായി ബാനർ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായി. ആരുടെയൊന്നുമില്ല. അതെ കുളത്തിങ്ങനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ കുഞ്ഞെ പട്ടിയൊക്കെ കയറാതിരിക്കാനായിട്ട് അടച്ചു വെച്ചേക്കുന്നു. ഇതൊരു നീല കളർ പൂവുണ്ടായിരുന്നല്ലേ അല്ലേ? ആ അതെ പണ്ടത്തെ പൂവാ ഇതോ ആ ജയ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ലല്ലോ, ഷാമ്പൂ ഉള്ളതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിപ്പം അത് പനംകുരു കൊള്ളാലോ ഷെയ്ഡ്, ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കൊള്ളാമല്ലോന്ന്. എവിടുന്ന് എത്രയാ? നിന്റെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിനക്ക് അവിടെ സ്ഥലമില്ല, അതാണ്. റോഡുണ്ടെങ്കിൽ മൊത്തം വണ്ടിയാണ്. പിന്നെ നീ അവിടുന്ന് നിനക്ക് കഴിക്കണ്ടായിരുന്നോ? ഒന്നും വേണ്ടായിരുന്നല്ലോ. അപ്പം എണീക്കാവോ? എണീക്കടാ. നീ വീടും മുന്നു കുത്തി വീടും. കോൺക്രീറ്റ് ആണ്, പെയിന്റ് പോവും.
നേരെ 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 പിടിച്ചോടി പിടിച്ചോ ഉച്ച പിടി വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ലൈസ് എടാ ലൈസ് അല്ലേ ചവിട്ടല്ലേ. അങ്ങോട്ട് കയറി വാ, അങ്ങോട്ട് നിർത്താം. ക്യാമറ എന്നെ എടുക്കാനായിട്ടോ, നീ എന്നെ എടുക്കാനില്ല. ആ ഇവിടുത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് മൊത്തം. അതുകൊണ്ട് ഇവിടുത്തെ ഗേറ്റ് തുറന്നു വെക്കും ഞായറാഴ്ച മാത്രം. അങ്ങനെ നിനക്കാവാലോ, നിനക്ക് സ്വന്തമായിട്ട് കാറും ഉണ്ടല്ലോ. ഞാനിപ്പോഴാണ് തീരെ വരുന്നത്. ഫോട്ടോ ഒന്നും എടുത്താൽ നിങ്ങളെ തീരത്തില്ല, നിങ്ങളെ വീഡിയോ അത് കിട്ടത്തില്ല. അത് ആരുടെ ഒരു ആദരാഞ്ജലികളോട് ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കണ്ട്. ഇല്ലല്ല, അത് ഞങ്ങൾ ഒട്ടിക്കത്തില്ല, ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിക്കത്തുള്ളൂ. ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി ഇവിടം വരെ വന്ന കൂട്ടുകാരി അന്ന് കണ്ടില്ലേ നമ്മളെ വേണ്ടി. അതൊക്കെ പോവാണേ. കരിമീനോ? ഇവിടുന്ന് കളക്കാനാണോ? പെട്ടെന്ന് കടന്നോ, അങ്ങോട്ട് കിടക്കും. അവരെ കൈ പിടിച്ചോ. ആ നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഓ അങ്ങനെ അതിനെ ഒരു കാര്യമില്ല. യൂട്യൂബിൽ വെച്ചാൽ ഞാൻ ഒരെണ്ണം കിട്ടിയാലും അല്ലേ? ഹിന്ദിക്കാരൊന്നും കാണുന്നില്ലേ? ഇല്ല. पैसा का नहीं चाहिए, घर से आएगा। അത്ര വേണ്ട. 5 1 2 3 4 5 അതും 5. 1 2 3 4 5 ആ 5 7 കൈ ഇരിക്കുന്ന കൂട്ടല്ലേ? 7 7നോ 5. तुमको तेरे को टिकटॉक में डालेगा मैं। तो क्या बोलते हो? क्या बोल रहे हो मैं? ആ ഒരു പാട്ടുള്ളോ? क्या बोलते हो? तेरे को टिकटॉक में डालेगा, देख व्लॉग बना रहा है तेरे लिए। ഇതിനെ തെറി പറയണോ? അല്ലല്ലോ, തന്തയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. रील बना रहा है। रील्स बना रहे? किसके लिए?
ചേട്ടാ ഇതെന്ത് സാധനം? ഇതിനെന്നാ വില? ഇതിനെന്നാ വില? ഇത് 1/2 കിലോ 40. പാവയ്ക്ക് ചേട്ടാ 1/2 കിലോ അല്ലേ ഇട്ടേ? 1/2 കിലോ. 3 1/2 കിലോ അല്ലേ ഇടുന്നേ? 3 1/2 കിലോ ഇതല്ലേ? ബീൻസ് 1/2 കിലോയ്ക്ക് 70. പാവയ്ക്ക് 40 എന്നല്ലേ എന്നോട് പറഞ്ഞേ? ഏതാ? ബീൻസിന് ബീൻസ് 1/2 കിലോയ്ക്ക് 70. ചോദിച്ചു എല്ലായിടത്തും അയ്യോ ഞാനതാ വെച്ചു ബീൻസിന് എത്ര അപ്പൊ ഞാൻ വില തമ്മിൽ ശരിയാവുന്നില്ലല്ലോ. അത് എങ്ങനെ ഇത്രയും സാധനം ഞാൻ മേടിച്ചു? ബീൻസ് 1/2 കിലോയ്ക്ക് 40 വിൽക്കുന്നത്. 1/2 കിലോയ്ക്ക് 1/2 കിലോയ്ക്ക് 70 കൂട്ടിയില്ല ഞാൻ. ആണോ? ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ പകുതിയും അടവാണ്. പച്ചക്കറിയുടെ വിലയൊക്കെ പോയ പോക്കേ. ഞാൻ എത്രയാന്ന് ചോദിച്ചപ്പം 40 എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ പുള്ളി 1/2 കിലോ വേണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആദ്യം. അതിന് 40 എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം 1/4 കിലോയ്ക്കാണ് 40 എന്ന്. അത് പുള്ളി 1/4 പറഞ്ഞില്ല. പക്ഷെ നമ്മൾ വെറുതെ ഇച്ചിരി മേടിക്കുന്ന കടയായതുകൊണ്ട് ഒത്തിരി ഇതിനൊന്നും പോയില്ല. 1/2 കിലോ 40 എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കാൻ പോയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബീൻസിന് 70 രൂപയാണ് 1/2 കിലോയ്ക്ക്. ഇതാ പൊന്നും പല എന്തിനാണോ ബീൻസ് മേടിച്ചത്. വെറുതെ സൂര്യൻ പോയി. സൂര്യൻ അങ്ങോട്ട് മാറി മറഞ്ഞു പോയി, താഴോട്ട് പോയി. എൻ്റെ അമ്മോ, ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാട്ടോ. നല്ല സുഖമാണ്. ഒരു കാറ്റുമുണ്ട്, വെയിലുമില്ല, ഒന്നുമില്ല. എന്നാൽ ഇത്രയും സംഭവങ്ങളുണ്ട്. അത് ശരി ഭാരം തൂക്കി വേണമൊക്കെ പാടാ. പുറത്ത് ബാഗിനായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ കൈ പിടിച്ച് തൂക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കൈക്ക് വേദന. 2 ദിവസം മഴ പെയ്തിട്ടിപ്പം ഇന്ന് മഴയില്ല, ഒന്നുമില്ല. അവിടെ ഞങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ ഇടിയും കാറ്റും മഴയും മിന്നലും എല്ലാം. ഇപ്പോൾ ചേട്ടാ വീട്ടിലിരിക്കുമ്പോൾ മഴയില്ല, ഇടിയില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. അയ്യോ, ഒരബദ്ധമേ. ബീൻസിന് ഞാൻ വില ചോദിച്ചു. വില ചോദിച്ചപ്പം 40 എന്ന് പറഞ്ഞു. 1/2 കിലോയ്ക്ക് 1/2 കിലോയ്ക്ക് 40. 1/2 കിലോയ്ക്ക് 40. ഞാൻ പറഞ്ഞു 1/2 കിലോയ്ക്ക് എത്ര ചോദിച്ചു? 40 എന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയല്ലേ. ഒന്ന് മാറി പറയട്ടെ. എന്നിട്ട് ഞാനെല്ലാം മേടിച്ചു ബീൻസും ഇതെല്ലാം മേടിച്ച് 150 രൂപയെ. വേറെ ആ വഴിയില്ലല്ലോ. ഞാൻ അങ്ങോട്ട് അവസാനം ഞാൻ അപ്പുറത്തെ കട ചെന്നിട്ട് ഞാൻ മിണ്ടായിരിക്കും വെച്ചേ. വീട്ടിൽ പോയി പറഞ്ഞോ. തിരിച്ചു പോയി 1/4 കിലോയ്ക്കാണ് ഞാൻ 40 പറഞ്ഞു. എന്നിട്ട് ഞാൻ 70 കൊടുത്തുള്ളൂ 1/2 കിലോയ്ക്ക്. ഞാൻ പറഞ്ഞേട്ടാ അത് ഞാൻ 1/2 കിലോ എനിക്ക് മതിയായി. എത്രയാണെന്നല്ലോ ചോദിച്ചത്. സാധാരണ 1/2 കിലോയ്ക്കാണ് 40 വരുന്നതെന്ന് പറഞ്ഞു. അതിന് വില കൂടി. ഞാൻ പറഞ്ഞു അത് വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചിട്ടല്ലേ. എനിക്ക് ദേഷ്യം പോയി. ഓപ്പു എന്താ പൈസ പറഞ്ഞു. ഞാൻ പറയട്ടെ ഈ 1/2 കിലോയ്ക്ക് ഇത്രയും പൈസ ബീൻസ് കഴിക്കില്ല. ലൈറ്റ് ഓൺ. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. അത്രയും പൈസ കൊടുത്ത് ഒരിക്കലും ബീൻസ് കഴിക്കില്ല. കാരണം അത്യാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം പയർ മേടിച്ചിട്ട് 1/2 കിലോയ്ക്ക് 40 രൂപ ഉള്ളതായിരുന്നല്ലോ അവിടെ തന്നെ. പയറില്ലായിരുന്നു. പയറുണ്ടാ ഞാൻ ബീൻസ് മേടിക്കില്ല. അപ്പൊ എന്തെങ്കിലും വെക്കണ്ട. ഞാൻ ഇത്രയും വില പോലെ ഞാൻ മേടിക്കുമോ? പാവയ്ക്ക് 40 എത്രയാ? 40 കണ്ടുള്ളൂ. എനിക്ക് ദേഷ്യം വന്നത്. 40 രൂപയുടെ ഗ്യാസല്ലേ ഉള്ളൂ കിട്ടുക. 30 രൂപയുള്ളൂ. 35 എടുത്തില്ലേ? 20 രൂപ പോട്ടല്ലേ. ഇതെന്നാടി വെപ്രാളം? നമ്മുടെ മാമേന്ന് വീണൊരു മാങ്ങ ഈ കളറിൽ ആദ്യമായിട്ട് വീഴുക.